മിടുക്കി 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 വാ 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 മിടുക്കൻ. വോട്ട് ചെയ്യുന്ന ആളിനെ തൊട്ട് കാണിക്കോ? എനിക്കാണോ വോട്ട് ചെയ്യുന്നത്? നീ എന്താണ്? അവിടെ ഇരുന്ന് തന്നെടി. നീ കൂടെ എങ്ങനെ കപ്പിക്കാതിരുന്നേ? കാണിച്ചേ. ഞാനാ പുറത്ത് കൈ വെച്ചപ്പോ ആരാണ് എന്റെ പുറത്ത് കൈ വെച്ചാണ്. ഇരിക്കേ ഇരിക്കടി ഇവിടെ. ഇവിടെ ഞാൻ ഇങ്ങനെ കൈ വെച്ചു. അപ്പോൾ ഈ 26-ാം തീയതി നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. അടുത്ത 5 വർഷത്തേക്കുള്ള നമ്മുടെ ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 26-ാം തീയതി. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുക. നമ്മളെ ഭരിക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കേണ്ട ചുമതല നമുക്കാണ്. അപ്പോൾ ലേഖയ്ക്ക് വോട്ടുണ്ടോ? നീ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? നിനക്ക് വോട്ടുണ്ടാടി? ആർക്കാ വോട്ട് ചെയ്യുന്നത്? ആർക്ക് വോട്ട് ചെയ്യാൻ വയ്യ? നീ കേട്ടോ, നീ നമുക്ക് വല്ലതും തിന്നാ മതി. ആർക്ക് വോട്ട് ചെയ്യാൻ വയ്യ? ഇരിക്കെ കപ്പച്ചയാണ്. നീ അവിടെ ഇരിക്കേ. ഞാൻ പറയട്ടെ, അച്ഛൻ പറയട്ടെ. എടേ നിനക്ക് ആളുകളെയൊക്കെ കണ്ടാൽ തിരിച്ചറിയോ? നിനക്ക് മണ്ണാകട്ടെ അറിയാം. അങ്ങനെ ആക്കി അമ്മക്കേ അറിയാം. അത്ര വാശിയാണെങ്കിൽ നമുക്ക് സ്ഥാനാർത്ഥികളുടെയൊക്കെ പിന്നെ അവർ പോസ്റ്റർ കൊണ്ട് വെച്ചാൽ നീ തിരിച്ചറിയോ? 3 പേരുടെയും പോസ്റ്റർ കൊണ്ട് വയ്ക്കും. പോസ്റ്റർ കൊണ്ട് വെച്ചാൽ തിരിച്ചറിയാവോ? മതി എങ്കിൽ ഞാൻ പോസ്റ്റർ എടുത്തോണ്ട് കേട്ടോ. എടുത്തോണ്ട് വരട്ടോ? എടുത്തോണ്ട് വരാം. അപ്പം എല്ലാവരും തിരിച്ചറിയണം. നീ തിരിച്ചറിയോ? ഓക്കെ ആണെങ്കിൽ കൈ പറയും. അവൻ പറഞ്ഞു. എടുത്തോണ്ട് വയ്ക്കട്ടോ. ഓക്കെ എങ്കിൽ അവിടെ ഇരിക്കണം കേട്ടാ. ഞാൻ പോസ്റ്റർ എടുത്തോണ്ട് വരാം. ഓക്കെ ലേക്കാഞ്ഞ് വന്നേ. ആരാ വരുന്നത്? എണീക്ക്. ഞാൻ പറയുന്ന ആളെ പോയി തൊട്ടിട്ട് വരുമോ? നീ പോയിട്ട് പ്രേമചന്ദ്രനെ ഒന്ന് തൊട്ടിട്ട് വന്നേ. പ്രേമചന്ദ്രൻ ഒന്ന് തൊട്ടിട്ട് വന്നേ. പോയി തൊട്ടിട്ട് വാ. മിടുക്കി. അപ്പം അവക്കറിയാം. കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളിനെ തിരിച്ചറിഞ്ഞു. അതിന് ലിയോട്ടെ അവിടെ മക്കൾ അവിടെ ഇരുന്നോ. ലിയോ കൂടെ ലിയോ കൂടെ പോയിട്ട് മുകേഷിനെ ഒന്ന് തൊട്ടിട്ട് എം മുകേഷ്. പോയി തൊട്ടിട്ട് മോൻ പോയി തൊട്ടിട്ട് വന്നേ. ഏതാ മുകേഷ്? തൊട്ടിട്ട് വരണം. മുകേഷ് തൊട്ടിട്ട് വാ. ഏതാ തൊട്? തൊട്ടിട്ട് വാ. കൈ കൊണ്ട് തൊട്ടിട്ട് വാ. തൊട്ടെങ്കിൽ വാ. കൈ വെച്ചോട്. കൈ വെച്ചോട്. ലിയോ തൊട്ടിട്ട് വാ. കൈ കൊണ്ട് തൊട്ടിട്ട് വാ. തൊട്. വാ മിടുക്കൻ. ഒരു ബിസ്ക്കറ്റൊക്കെ തരുന്നു. ഇത് ആര് പറഞ്ഞു കൊടുത്ത? അവൻ ഈ കവലയിലൊക്കെ പോകുമ്പോ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടില്ലേ? അതെല്ലാം കണ്ട് കൊച്ചു വായിച്ചതാ. ഇനി മക്കള് പോയിട്ടേ കൃഷ്ണകുമാർ തൊട്ടിട്ട് വരാവോ? ലേക്ക് പോയി കൃഷ്ണകുമാർ തൊട്ടിട്ട് വാ. പോയിട്ടോ. ഏതാ കൃഷ്ണകുമാർ? തൊട്ടിട്ട് വാടി. കൃഷ്ണകുമാർ തൊട്ടിട്ട് വാ. അതല്ല ഏതാ? പോയി തൊട്ടിട്ട് വാ. പോയി. അതല്ലല്ലോ. തൊട്ടിട്ട് വാടി. കൈ കൊണ്ട് തൊട്. അത് മറിയെന്നുള്ളൊരു പേടിയാണ്. ഇനി അവൻ ആകെ ഒരാളെ സെലക്ട് ചെയ്തു. അവന് വയ്യ. ലിയോ പോയിട്ട്
പ്രേമേന്ദ്രനെ തൊട്ടിട്ട് വന്നേ മോൻ പോയി. ആ തൊട്ടിട്ട് വാ. ഏതാ അവൻ മുകേഷിന്റെ ആളാ അവൻ. ലേക്ക് പോയി മുകേഷിനെ തൊട്ടിട്ട് വന്നേ. മുകേഷിനെ പോയി തൊട്ടിട്ട് വന്നേ. മുകേഷിനെ തൊട്ടിട്ട് വാ. എം മുകേഷ് ഏതാ തൊട്ടിട്ട് വാ. തൊട്ടിട്ട് വാ. ഇടി ഏതാടി തൊട്ടിട്ട് വാ. മുകേഷ് ഏതാ നോക്ക്. ലേക്ക് ഏതാ മുകേഷ് ഏതാ? തൊട്ടിട്ട് വാ. വാ പേടിച്ചോടുന്നല്ല. അവള് വിചാരിക്കുന്ന ഇത് അവളുടെ മേത്തോടെ മറിഞ്ഞു വീഴുമെന്ന് പേടിച്ചിട്ടാ അവൾ അങ്ങനെ നിന്ന് ഇടുന്നത്. ലിയോയ്ക്ക് ഒരാളിനെ അറിയത്തുള്ളൂ ആകെ. ലേഖയ്ക്ക് എല്ലാരെയും അറിയാം. എപ്പോഴും സിനിമ TV-യുടെ മുമ്പിൽ ഇരിക്കുന്ന സിനിമ കാണുന്നതുകൊണ്ടായിരിക്കും മുകേഷിനെ മാത്രം അറിയാവുന്നത്, ബാക്കിയുള്ളവരെ അറിയത്തില്ല. അറിയത്തില്ല. നിനക്ക് വോട്ടുണ്ടെങ്കിൽ നീ ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്നേ? ഇത് 3-ൽ ആർക്കായിരിക്കും നീ വോട്ട് ചെയ്യുന്നേ? അതെന്താ രഹസ്യമാണോ? അത് അവളുടെ സ്വകാര്യമാണ്. അവൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് അവൾ പറയത്തില്ല. അവൾക്ക് വോട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വോട്ട് ചെയ്യും. അത് ആർക്കാണെന്ന് പറയത്തില്ല. തൊട്ട് കാണിക്കോ? വോട്ട് ചെയ്യുന്ന ആളിനെ തൊട്ട് കാണിക്കോ? എനിക്കാണോ വോട്ട് ചെയ്യുന്നത്? നീ അച്ഛനാ വോട്ട് ചെയ്യുന്നത് അല്ലേ? അച്ഛനാ വോട്ട് ചെയ്യുന്നത്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ആര് ജയിച്ചാലും, ഇപ്പോൾ 3 സ്ഥാനാർത്ഥികൾ ഒരാളെ ജയിക്കൂ. അപ്പോൾ ആര് ജയിച്ചാലും ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട്. അതായത് പഞ്ചായത്തുകൾക്കെല്ലാം ABC-ക്ക് ഫണ്ടുണ്ട്. ഈ ഫണ്ട് ഒരു പഞ്ചായത്ത് പോലും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നില്ല. ഇവർക്ക് വേണ്ടി ചിലവാക്കാനുള്ളത് ചില വായിൽ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഭവിഷ്യത്ത് മനുഷ്യനും ഇത്തരം ജീവികളുമായിട്ടുള്ള സംഘർഷം രൂക്ഷമാവുകയാണ്. അത് വനജീവികളുമായിട്ടും ഉള്ള സംഘർഷം, അത് നമ്മളുടെ വനനിയമത്തിൻ്റെ പോരായ്മകളൊക്കെ തന്നെയാണ്. വന്യമൃഗങ്ങളും മനുഷ്യനുമായിട്ടുള്ള സംഘർഷം, ഇവരും മനുഷ്യരുമായിട്ടുള്ള സംഘർഷം, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് അവർക്ക് കഴിയും. അതവർ വേണ്ട വിധത്തിൽ നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അത് ചെയ്താൽ അത് നാടിനൊരു നല്ല കാര്യമാവും എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം.